CM ഉസ്താദ് വധം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ അഷ്റഫ് മൗലവി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ മൊഴികൾ പരസ്പര വിരുദ്ധമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ അഷ്റഫിന്റെ വെളിപ്പെടുത്തലുകൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് കേസ് എത്തിച്ചെങ്കിലും അതിൻ്റെ സമ്മർദ്ദങ്ങളും അതിന് പിന്നിൽ ചില കളികളും നടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ബലമായ സംശയം. ആരൊക്കെയോ എന്തൊക്കെയോ ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ കേസിനെ നിയന്ത്രിക്കുകയും അന്വേഷണ ഏജൻസികളെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള വലിയ ഒരു ദുഃഖസത്യം നമ്മൾ അലട്ടുകയാണ്. തീർച്ചയായും എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പല സമ്മർദ്ദങ്ങളും പല വീഴ്ചകളും ഈ കേസുകളിൽ നടക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ CM അബ്ദുല്ല മൗലവിയുടെ ദുരൂഹമായ കൊലപാതകത്തിൽ ഇന്നുവരെ സംസ്ഥാന ഏജൻസിയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയും അന്വേഷിച്ചിട്ടും ഒരു കാര്യവുമില്ലാത്തൊരവസ്ഥയിലാണ് ജനകീയ പ്രക്ഷോഭത്തിന് ഇന്ന് നാന്ദി കുറിച്ചിട്ടുള്ളത്. ആത്മഹത്യയാക്കാൻ ആദ്യം ശ്രമിച്ച റിട്ടയർഡ് SP ഹബീബ് റഹ്മാനെ ആദ്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും യഥാർത്ഥ പ്രതികളെ മുഴുവനായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവസാനത്തെ പ്രതി പോലും നിയമത്തിന്റെ മുന്നിലെത്തിക്കുന്നതുവരെ കാസർഗോഡ് ജില്ലയിലെ ഈ സമരം രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമപ്പുറം കാസർഗോഡ് ജില്ലയിലെ സമരം ആളിക്കത്തും. തീർച്ചയായും ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിന് തീർച്ചയായും എന്നും സമരരംഗത്ത് പാർട്ടി ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഈ പോലുള്ള ജനങ്ങൾ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇവിടെ നടക്കുന്ന ഈ 10,000 പങ്കെടുത്ത ജനക്കൂട്ടത്തെ കണ്ടെങ്കിലും ഈ ഭരിക്കുന്ന ഭരണാധികാരികളും അതുപോലെ CBI ഓഫീസർമാരുകൾ അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അവർ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനകീയ ആക്ഷൻ കമ്മിറ്റി നടത്തിയ ഈ പ്രക്ഷോഭത്തിന് എല്ലാ ജാതി മതസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും ഒത്തുചേർന്നിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു സംഘടനയുടെയോ സമരമല്ല ഇത് ആബാലവൃത്തം ജനങ്ങളുടെയും ഒരു നമ്പരത്തിന്റെ അടയാളമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താഴെത്തട്ട് തന്നെ അന്വേഷണം ആരംഭിച്ച് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആദ്യമായി അട്ടിമറിച്ച അവരെയും കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നും ഈ ജനക്കൂട്ടങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വേളയിൽ ഒറ്റ വാക്ക് മാത്രമാണ് പറയേണ്ടത്. അതായത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. നീതി ലഭിക്കുന്നതുവരെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ പോരാട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എല്ലാ പിന്തുണയും അറിയിക്കും. ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്, ഒരു സൂചന മാത്രമാണ്. ഇനിയും CM ഉസ്താദിന്റെ ഘാതകരെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ നിരത്തിലിറക്കിക്കൊണ്ട് ഉസ്താദിന്റെ ഘാതകരെ കണ്ടെത്തുന്നവരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ജനകീയ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. നിയമപാലകർ ഈ കാര്യത്തിൽ ഇടപെട്ട് യഥാർത്ഥ കുറ്റവാളികളെ കൊലപാതകന്മാരെ നീതിപീഠത്തിന് മുമ്പിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഈ മാർച്ച് എല്ലാവരുടെയും മനസ്സ് തുറപ്പിക്കത്തക്ക രൂപത്തിലുള്ളതാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. 8 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ദുഃഖത്തിനോ അമർഷത്തിനോ വേദനക്കോ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. എന്നുള്ള സമരത്തിൽ MAC ദുബൈ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർ നടപടികളുണ്ടായില്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഇനിയും സമരമുറകൾ സംഘടിപ്പിക്കുമെന്ന് ഒന്നുകൂടി സർക്കാരിന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു. 2010 ഫെബ്രുവരി 10 ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ചെമ്പരിക്ക മംഗലാപുരം ഖാസിയായിരുന്ന CM അബ്ദുള്ള മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പരപ്പ സ്വദേശി അഷ്റഫ് മൗലവി നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ഒഴിവാക്കി പോയതിന്റെ പേരിലുള്ള വൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ച കഥയാണെന്നാണ് നിലവിലെ അന്വേഷണ ടീമായ CBIയുടെ കണ്ടെത്തലെന്ന് വിലയിരുത്തപ്പെടുന്നു.
മാനസികാസ്വസ്ഥം കൊണ്ട് പരസ്പര വിരുദ്ധമായ രീതിയിലാണ് അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നതെന്നും സിബിഐയുടെ ഇതുവരെയുള്ള അന്വേഷണങ്ങൾക്ക് മാറ്റം വരാൻ തക്ക ഒരു പ്രയോജനവും അഷ്റഫിന്റെ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ഉണ്ടായിട്ടില്ലെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ കോടതിയിൽ കേസെത്തുകയാണെങ്കിൽ ഒരു പുതുമയും ആവർത്തിക്കപ്പെടില്ലെന്നും തനിയാവർത്തനമായിരിക്കും സംഭവിക്കുകയെന്നും അനുമാനിക്കപ്പെടുന്നു. public Kerala.in